ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് രണ്ട് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ പാത്ത് ഓഫ് എവല്യൂഷൻ, അതേപോലെ തന്നെ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു 80-20 റൂൾ അല്ലേ. ഒരു 20% നിന്നാണ് നിങ്ങൾക്ക് 80 മാർക്സിനുള്ള അല്ലെങ്കിൽ 80% ക്വസ്റ്റ്യൻസ് വരിക. സോ അത്തരത്തിലുള്ള കുറച്ച് പോർഷൻസും പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈവൻ നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ കണ്ടന്റ് കഴിഞ്ഞ വർഷങ്ങൾ അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിൻ്റെ ഒക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഏകദേശം റിവിഷൻ മോഡിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ആദ്യത്തേതാണ് മക്കളെ നമ്മളുടെ DNA ഈ ഒരു സ്ട്രക്ചർ. DNA ഈ ഒരു സ്ട്രക്ചർ നമുക്ക് പലതരത്തിൽ ചോദ്യം ചോദിക്കാം. അതായത് എങ്ങനെയാണ് ഈ ഒരു റങ്സ് നമ്മുടെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്, റങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്, അതിൽ ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ തരത്തിലൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് 1 മാർക്കിന് വരാൻ പറ്റുന്നതാണ് ഈ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസിസിൻ്റെ പെയറിങ്. അതിൽ നമുക്കറിയാം നമ്മുടെ അഡെനിൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ് ആൻഡ് ഗ്വാനിൻ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പം ഈ ബോണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ നമ്മുടെ ഈ തവണത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, മീൻസ് നിങ്ങളുടെ സിലബസ് മാറിയതിന് ശേഷം അതായത് എങ്ങനെയാണ് നമ്മുടെ DNA പാക്ക് ചെയ്തിരിക്കുന്നത്. DNA പാക്കേജിങ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വരും. ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ മുകളിൽ DNA ഇങ്ങനെ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ കിട്ടും. പിന്നെ അതിൻ്റെ ആ പാക്കേജിങ് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്രോമസോം അങ്ങനെ ഫോം ചെയ്തു. പിന്നെ നമ്മുടെ ഈ ക്രോമസോമിൻ്റെ ടൈപ്സ്, ആ ടൈപ്സിൽ നമുക്ക് ചോദ്യം വരുന്നതാണ് നമ്മുടെ ഈ ഒരു Y ക്രോമസോം എങ്ങനെയാണ് നമ്മുടെ ഇപ്പം മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുന്നതിൽ ആരാണ് തീരുമാനിക്കുന്നത്, അതിന് കാരണം എന്താണ്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന പോയിൻ്റാണ് നമ്മുടെ ബോയ്സിൽ അല്ലെങ്കിൽ മെയിൽസിലാണെങ്കിൽ XY ക്രോമസോമാണ്. ആ XY ക്രോമസോമിൽ Y ക്രോമസോമിൽ SRY ജീനാണ് നമ്മുടെ എംബ്രിയോസിൻ്റെ ടെസ്റ്റീസിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്. പിന്നെ എന്തുകൊണ്ടാണ് ക്രോമസോംസ് പെയറായിട്ട് കാണുന്നത്, ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം ഒന്ന് അച്ഛൻ്റെ നിന്നും ഒന്ന് അമ്മയുടെ നിന്നും കിട്ടിയതാണ്. പിന്നെ സൊമാറ്റിക് ക്രോമസോംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സെക്സ് ക്രോമസോംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്. ഈ പ്രോട്ടീൻ സിന്തസിസിന് മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സ്റ്റേജസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുക. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പോൾ ഇതിൽ നമ്മുടെ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഓരോ മോളിക്യൂൾസിൻ്റെയും ഭാഗം അടയാളപ്പെടുത്തിയിട്ട് ഏതാണെന്ന് ചോദിക്കാം. അതിൽ ഈ മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെ നമ്മുടെ ടൈപ്സ് ഓഫ് RNA റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ തരത്തിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അതായത് എങ്ങനെയാണ് ഒരു DNA അല്ലെങ്കിൽ ഒരു ജീന് പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ രീതിയിലും ഇവിടുന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് മിസ് നേരത്തെ പറഞ്ഞ നമ്മുടെ 3 ടൈപ്പ് ഓഫ് RNA, അവരുടെ ഫംഗ്ഷൻസ്. പിന്നെ നമ്മുടെ മെൻഡലിൻ്റെ ക്രോസിങ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അതേ സാധനവും അതേ എക്സാമ്പിൾ വെച്ച് തരണമെന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ക്രോസ് വേറെ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോമിനൻറ്റ് ക്യാരക്ടറും തന്നിട്ടുണ്ടാവും, ഒരു റെസസീവ് ക്യാരക്ടറും തരും. എന്നിട്ട് നമ്മളോട് പറയും നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് മോണോ ഹൈബ്രിഡിൻ്റെ കാര്യത്തിലേ തരുള്ളൂ. ഡൈഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ഫസ്റ്റ് ജനറേഷൻ വരെ കാണിക്കാൻ പറയുള്ളൂ. സെക്കൻഡ് ജനറേഷൻ അതായത് ആ 16 കോമ്പിനേഷൻസ് വരുന്ന ചോദിക്കില്ല. പക്ഷേ ആ 16 കോമ്പിനേഷൻസ് വരുന്നതിൽ നിന്ന് നമ്മളോട് ചോദിക്കും ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് മാച്ച് ചെയ്താൽ മതി, സംഭവം റെഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്രോസ് നിർബന്ധമായിട്ടും വരും. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ തവണ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, കഴിഞ്ഞ തവണയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതെങ്കിലും ഈ തവണ കഴിഞ്ഞ തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ആ നിയമങ്ങൾക്ക്. അതായത് ലോ ഓഫ് ഡോമിനൻസ് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ 2 ക്യാരക്ടേഴ്സ് അല്ലെ 2 ഡിഫറെൻറ്റ് അലീൽസ് കമ്പൈൻ ചെയ്യുമ്പം ഒരു ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതാണ് ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ആവാത്ത ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിൽ എങ്ങനെ എക്സ്പ്രസ് ആയി, കാരണം ഗ്യാമേറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെ വിവേചന നിയമം. പിന്നെ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ഈ ഒരു നിയമങ്ങളുടെ പേരുകൾ കേട്ടോ. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്വതന്ത്ര അപവ്യൂഹന നിയമം. അതായത് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് വരാനുള്ള കാരണം ചിലപ്പോൾ ഇങ്ങനെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഏത് നിയമമാണ് ഇതിൽ നിന്നുണ്ടായതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നിയമത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, നമുക്ക് കോഡോമിനൻസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ LLSM ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോളിജനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. വിത്ത് എക്സാമ്പിൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തരും. മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ക്രോസിംഗ് ഓവർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തവണ പിക്ചറും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവറിൻ്റെ ഈ 3 സ്റ്റേജസ് എഴുതാൻ വേണ്ടിയിട്ട് പറയാം, ഈ ഭാഗം ഏതാണെന്ന് അടയാളപ്പെടുത്താൻ പറയാം, ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് നമുക്ക് വേരിയേഷൻ കൊണ്ടുവരുന്നതെന്നും ചോദിക്കാം. പിന്നെ നമുക്കത് മ്യൂട്ടേഷൻ എന്താണ്, മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ അധികവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പം നമ്മുടെ ഇവിടുന്ന് ലാമാർക്കിൻ്റെ മാത്രമായിട്ട് അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല, അത് 1 മാർക്കിനൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഡാർവിനിസം വെച്ചിട്ട് ലാമാർക്കിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ജിറാഫിൻ്റെ കഴുത്തിലുണ്ടാവുന്ന ആ വ്യത്യാസം ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാർവിൻ്റെ ഈ ഒരു നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവാറില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇത് കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, എങ്ങനെയാണ് സ്പീഷീസിൻ്റെ ഒറിജിൻ ഉണ്ടാവുന്നത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ തവണ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത്, നിങ്ങളുടെ സിലബസ് മാറിയതിനു ശേഷം വന്നിട്ടുള്ളതാണ് നമ്മുടെ ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്ററും അതുപോലെ തന്നെ MRCA, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസെസ്റ്റേഴ്സ്. നമുക്കത് ഇതെല്ലാം MRC ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇതിൽ ഫംഗസും ആനിമൽസും ആണ് ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ്. കാരണം എന്താ? കാരണം അവർക്കൊരു കോമൺ MRC ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് ചോദിക്കാം. പിന്നെ നമ്മുടെ എവിഡൻസ്, മോളിക്കുലാർ ബയോളജി, കമ്പാരിറ്റീവ് അനാറ്റമി, അതുപോലെ തന്നെ ഫോസിൽ, അത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ നമ്മുടെ ഈ സാധനം, ഇത് ഈ ഫ്ലോ ചാർട്ടല്ല, ഈ ഒരു ഡയഗ്രാം അങ്ങനെ തന്നെ തന്നിട്ട് നിങ്ങളോട് ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തരും, അതെന്താണെന്ന് ഫില്ല് ചെയ്യാൻ പറയും. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് തരാം. പിന്നെ ഇതിൻ്റെത് എഴുതാൻ വേണ്ടിയിട്ട് പറയും, പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഓർഡർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു തവണ എങ്ങാനോ ചോദ്യം വന്നിട്ടുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ഫീച്ചേഴ്സ് തന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ മിസ് പറയണ്ടല്ലോ, ഷുവർ ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടേതാ ഈ ന്യൂറോഗ്ലയൽ സെല്ലിൽ ഒരാളാണ് നമ്മുടെ ഒലിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെല്ലും വെച്ചിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഫംഗ്ഷൻ എക്സാമിന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്സ്, അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ട് ഈ ഡയഗ്രം തന്നെ തന്നിട്ട് ഒരു ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പറയാം. സ്പൈനൽ കോഡിൻ്റെ ഈ ഒരു ഭാഗം ഇത് മാർക്ക് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെ നമുക്ക് നെർവ് ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ, ഈ പിക്ചർ തന്നെ തന്നിട്ട് എന്തുകൊണ്ടാണ് ന്യൂറോണിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ സിനാപ്സ്, ഇവിടെ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ ഇത് ഏതെന്നൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ചോദിക്കാം. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, അതുപോലെ തന്നെ സിനാപ്റ്റിക് വെസിക്കിൾ, ഇത് മാർക്ക് ചെയ്തിട്ട് ചോദിക്കാം. എന്തുകൊണ്ടാണ് എപ്പോഴും ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ ഒരൊറ്റ ഡയറക്ഷനിലാവുന്നത്? കാരണം സിനാപ്റ്റിക് നോബിലാണ് വെസിക്കിൾസ് ഉള്ളത്, ഡെൻഡ്രൈറ്റിലാണ് റിസെപ്റ്റർ ഉള്ളത്. പിന്നെ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഇതിൽ കുറേ റെസ്പോൺസസ് ഇങ്ങനെ മിക്സഡ് ആക്കി തന്നിട്ട് നമ്മളോട് പറയും ഏതാണ് സിമ്പത്തറ്റിക്കിൻ്റെ ഏതാണ് പാരാസിമ്പത്തറ്റിക്കിൻ്റെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ റിഫ്ലെക്സ് ആക്ഷൻ്റെ ഈ പാത്വേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്റേഴ്സിന് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം മിസ് ചെയ്യണമെന്നല്ല, എല്ലാം പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം ഈ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ നമുക്ക് ഓഫറും ഉണ്ട്, 10% ഡിസ്കൗണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ടോപ്പിക്സ് ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാനും, പിന്നെ മിസ് പറഞ്ഞു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പിൾ പേപ്പർ ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസും അതിന് പുറമെ നമുക്ക് വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. സോ ഈ ടോപ്പിക്സ് മറന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.